മോഷൻ ഇൻ എ പ്ലെയിൻ, അതായത് വെക്ടേഴ്സ്, പിന്നെ പ്രൊജക്ടൈൽ മോഷൻ, പിന്നെ യൂണിഫോം സർക്കുലർ മോഷൻ. ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് JEE മെയിനിന് മുമ്പ് ചോദിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് അതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇത് ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. two vectors x and y have equal magnitude. Two vectors of equal magnitude. The magnitude of x minus y is n times the magnitude of x plus y. അതായത് വെക്റ്റർ ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെക്റ്റർ സമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ n ടൈംസ് ആണ്. ഓക്കെ, ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ x ആൻഡ് y. ഇവിടെ നോക്കൂ, വി ഹാവ് ഗോട്ട് ടു വെക്ടേഴ്സ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഈച്ച് ഈക്വൽ ടു p. രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. പക്ഷേ വെക്ടേഴ്സ് ഈക്വൽ അല്ല. വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം ഈക്വൽ ആയ പോരാ, ഡിറക്ഷനൂടെ സെയിം ആവണം. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പക്ഷേ ഡിറക്ഷൻസ് ഡിഫറെൻറ്റാണ്. ഓക്കെ, ഈച്ച് ഈക്വൽ ടു p. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ്, അതായത് വെക്ടർ സമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2p cos θ/2 ആണ് ഡിനോമിനേറ്ററിൽ. വെക്ടർ ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 2p sin θ/2 ആണ് ന്യൂമറേറ്ററിൽ. അതായത് ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ഡിഫറൻസ് ആൻഡ് ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ സം. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്നറിയോ? നമ്മൾ √p² + q² + 2pq cos θ ഉണ്ടല്ലോ, അതിൽ ക്യൂവിന് പകരം നിങ്ങൾ p കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കിട്ടുന്നതാണ് നമ്മൾ ഈ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, പിന്നെ ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് കാണുക? √p² + q² - 2pq cos θ. അവിടെ ക്യൂവിന് പകരം p കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതും കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനകത്ത് അപ്പോൾ ഇവിടെ നമുക്ക് എന്താ, ഈ 2p കട്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ sin θ/cos θ/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan θ/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് വരും. ഓക്കെ, ഇവിടെ ഇനി ഓപ്ഷൻസ് നോക്കുക, എല്ലാം കോസിലാണ് കിടക്കുന്നത്. അപ്പോൾ കോസ് തീറ്റയാണ് നമ്മൾക്ക് കാണണ്ടേ. ഈ കോസ് തീറ്റ ഉണ്ടല്ലോ, കോസ് തീറ്റ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് എന്താ, tan θ/2 എന്താ 1 - tan² θ/2 / 1 + tan² θ/2. നിങ്ങൾക്കിത് അറിയേണ്ടതാണ്, അറിയായിരിക്കും. അപ്പോൾ അതിൽ tan θ/2 എന്നാണെങ്കിൽ tan² θ/2 എന്താ 1 - n² / 1 + n² വരും. അപ്പോൾ cos ഇൻവേഴ്സ് 1 - n² / 1 + n² പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റാണ്. ഓക്കെ, ഇത് മറ്റൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അതിലെ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി v ഈക്വൽ ടു k പിന്നെന്താ y_i + xj എന്ന. അതായത് ഈ i ക്യാപ്പിൻ്റെ കൂടെ വരുന്നത് എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റിയാണ്. എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ y ആൻഡ് y കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ x. എക്സ് ഡിറക്ഷനിലെ വെലോസിറ്റി y കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, y ഡിറക്ഷനിലുള്ള വെലോസിറ്റി എക്സ് കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. തല തിരിഞ്ഞാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ky ആണ് എക്സ് ഡിറക്ഷനിലെ വെലോസിറ്റി, അതായത് dx/dt = ky, dy/dt = kx. അപ്പോൾ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് dy/dx അതെന്താ കിട്ടുക? dy/dx = x/y എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ y/dy = x/dx വരും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y²/2 = x²/2 + കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ y² = x² + 2c എന്നാ. ഇറ്റ്സ് അനദർ കോൺസ്റ്റൻറ്റ് അല്ലേ? അപ്പോൾ y² = x² + കോൺസ്റ്റൻറ്റ്, അതായത് ദേ കിടക്കുന്നു. റൈറ്റ്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് ദി x ആക്സിസ് വിത്ത് ഇറ്റ്സ് കോർഡിനേറ്റ് വിത്ത് ടൈം t ഗിവൺ ബൈ x of t = 10 + 8t - 3t². പിന്നെന്താ, അനദർ ഈസ് മൂവിങ് അലോങ് y ആക്സിസ്. ഓക്കെ, അതിൻ്റെ y കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. അറ്റ് t = 1 second ദ സ്പീഡ് ഓഫ് ദി സെക്കൻഡ് പാർട്ടിക്കിൾ ആസ് മെഷേർഡ് ഇൻ ദ ഫ്രെയിം ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ. അതായത് സ്പീഡ് ഓഫ് ദി സെക്കൻഡ് പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ കിട്ടും. v1 = എത്രയാണ്? 10 × ഡിഫറൻഷ്യൽ 0, പിന്നെന്താ 8t 8 - 3t² - 6t വരും. ഓക്കെ, ദാറ്റ് ഈസ് അലോങ് പോസിറ്റീവ് x ഡിറക്ഷൻ. അപ്പോൾ i ക്യാപ്പ് കൊടുത്തു. രണ്ടാമത്തത് നമുക്ക് 5 - 8t³ ആണ് y കോർഡിനേറ്റ്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y ആക്സിസിലാണ് അതിൻ്റെ വെലോസിറ്റി കിട്ടും. 5ൻ്റെ ഡിഫറൻഷ്യൽ 0 - 8t³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? -24t² വരും.
ഓക്കെ, അത് വൈ ഡിറക്ഷനിലാണ്. അപ്പോൾ ഞാൻ ജെ ക്യാപ്പ് കൊടുത്തു. നമുക്ക് ടി ഈക്വൽ ടു 1 സെക്കൻഡ് ആകുമ്പോഴുള്ള വിശേഷങ്ങളാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ടി ഈക്വൽ ടു 1 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്രയാണ് 8 - 6 × 1, അപ്പോൾ എത്രയാണ് 8 - 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 ആയി. ഇനി ആ ടി ഈക്വൽ ടു 1 സെക്കൻഡ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 8 - 6 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ 2i ക്യാപ്പ്, അതാണ് V1. ഇനി V2 പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ക് പകരം 1 കൊടുക്കുമ്പോൾ -24 j ക്യാപ്പ് എന്ന് വരും. ഇനി എന്താ, വെലോസിറ്റി ഓഫ് ദി സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് പറഞ്ഞാൽ V2 - V1. ഓക്കെ, V2 - V1 അതാണ്, അത് അവർ V ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ -24j -2i. ഓക്കെ, അതിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ കാണുക, √of -24² + -2². 24ൻ്റെ എത്രയാ 576, 24ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ എത്രയാ 4, അപ്പോൾ 580 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഒരു ഇൻറ്റിജർ ആണ്. അപ്പോൾ ഇത് കിട്ടുക നമുക്ക് എത്രയാ 580 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ നോക്കൂ, എ പാർട്ടിക്കിൾ മൂവ് സച്ച് ദാറ്റ് ഇറ്റ്സ് പൊസിഷൻ വെക്ടർ ഈസ് ഗിവൺ. പൊസിഷൻ വെക്ടർ r = cos ωt i ക്യാപ്പ് പ്ലസ് sin ωt j ക്യാപ്പ്. ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ -ω sin ωt i ക്യാപ്പ് പ്ലസ് cos ωt j ക്യാപ്പ്. നിങ്ങളിപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ട് വിചാരിക്കുക. ഇപ്പോൾ ai പ്ലസ് bj, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ദിസ്, അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കോഎഫിഷ്യൻസ് ഇൻ്റർചേഞ്ച് ചെയ്യുക. അതായത് ഐയുടെ കോഎഫിഷ്യൻ്റ് എടുത്തിട്ട് ജെക്ക് കൊടുക്കുക, ജെയുടെ കോഎഫിഷ്യൻ്റ് എടുത്തിട്ട് ഐക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ BiAj വരും, BiAj. എന്നിട്ട് ഒരെണ്ണത്തിൻ്റെ സൈൻ മാറ്റുക. ഇവിടെ രണ്ടും പ്ലസ് ആണ്, അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണത്തിൻ്റെ സൈൻ മാറ്റി. ഓക്കെ, അപ്പോൾ -bi ക്യാപ്പ് പ്ലസ് aj ക്യാപ്പ്. ഇത് ഈ രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലറാണ്. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇപ്പോൾ BI ഓക്കെ -aj, ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ സൈൻ മാറ്റണം എന്നാ പറഞ്ഞേ. ഇവിടെ ഞാൻ i കമ്പോണൻറ്റിൻ്റെ സൈൻ മാറ്റി, ഇവിടെ ഞാൻ j കമ്പോണൻറ്റിൻ്റെ സൈൻ മാറ്റി. അപ്പോൾ നോക്കൂ, ആദ്യത്തെ രണ്ടും പെർപെൻഡിക്കുലറാണ്. ഓക്കെ, പിന്നെ ഈ സെക്കൻഡും തേർഡും അതും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഈ ഗിവൺ വെക്ടർ, യെല്ലോ കളറിലുള്ള വെക്ടർ ഉണ്ടല്ലോ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കാണാനുള്ള പരിപാടി ഇതാ. കോഎഫിഷ്യൻസ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ഒരെണ്ണത്തിൻ്റെ സൈൻ മാറ്റുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഇവിടെ i കമ്പോണൻറ്റ് കോസൈൻ ഫംഗ്ഷനാണ്, j കമ്പോണൻറ്റ് സൈൻ ഫംഗ്ഷനാണ്, രണ്ടും പ്ലസ്സാണ്. ഇവിടെ നോക്കൂ, i കമ്പോണൻറ്റ് സൈനും j കമ്പോണൻറ്റ് കോസുമായിട്ട് തിരിച്ചു. എന്നിട്ട് ഇവിടെ രണ്ടും പ്ലസ്സാണ്, ഇവിടെ ഞാൻ ഒന്ന് മൈനസ് ആക്കി. അങ്ങനെയാകുമ്പോൾ എന്താ, ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആവും എന്നർത്ഥം. അതായത് വെലോസിറ്റിയും പൊസിഷൻ വെക്ടറും പെർപെൻഡിക്കുലറാണ്. ഓക്കെ, ഇനി വെലോസിറ്റി നമ്മൾ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -ω² cos ωt i ക്യാപ്പ് -ω² sin ωt j ക്യാപ്പ്. അതിൽ -ω² നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിനകത്ത് വരുന്നത് എന്താ, ബ്രാക്കറ്റിനകത്ത് വരുന്നത് ഈ പൊസിഷൻ വെക്ടറാണ്. ഓക്കെ, അപ്പോൾ വെക്ടർ എ, അതായത് ആക്സിലറേഷൻ വെക്ടർ -ω² പൊസിഷൻ വെക്ടർ r എന്ന് വരും. ഓക്കെ, ഈ നെഗറ്റീവ് സൈൻ എന്താ കാണിക്കുന്നതെന്ന് അറിയോ? ഈ പൊസിഷൻ വെക്ടർ പറഞ്ഞാൽ എന്താ, ഒറിജിനിൽ നിന്ന് ടു ദ പാർട്ടിക്കിൾ ആണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്സിലറേഷൻ. അതായത് ഇത് ആക്ച്വലി ഒരു സർക്കുലർ മോഷൻ ആണ് എന്നർത്ഥം, അതാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഓക്കെ, ഇത് ഇവിടുന്ന് അങ്ങോട്ടാണ് പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ അതേ അങ്ങോട്ടാണ്. ഓക്കെ, ആക്സിലറേഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആണ്. ആക്സിലറേഷൻ വെക്ടർ പറഞ്ഞാൽ ഓപ്പോസിറ്റാണ്. ഓക്കെ, ഇവിടെ വെലോസിറ്റി എന്താവും, വെലോസിറ്റി എല്ലാ സമയത്തും വെലോസിറ്റി എന്താ, വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഇങ്ങനെ ഉണ്ടാവും. Okay, velocity will be always perpendicular to position vector. It is perpendicular to acceleration also. Okay, അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. പിന്നെ എന്താ, velocity is perpendicular to r and a is directed away from the origin. അത് തെറ്റാ, a is directed towards the origin. v and a both are perpendicular to r, അത് തെറ്റാ. v and a both are parallel to r, തെറ്റാ. v is perpendicular to r, correct. A is directed towards the origin പറഞ്ഞാൽ അതും കറക്റ്റ്. അതായത് ലാസ്റ്റ് ഓപ്ഷൻ മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഒരു വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് a projectile is fired at 30 degree to the ground and is observed to be at same height at time 3 seconds and 5 seconds after projection during its flight. The speed of projection of the projectile is. അതിൽ നമ്മൾ എന്താ, വെൻ പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി u at an angle theta, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് u cos theta ആണ്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്താ
യു സൈൻ തീറ്റയാണ്. നമ്മൾ പ്രൊജക്റ്റൈൽ മോഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയോ? ബോഡി മൂവ്സ് അലോങ് ദ ഹൊറിസോണ്ടൽ ആൻഡ് ഓൾസോ അലോങ് ദ വെർട്ടിക്കൽ സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം മൂവ് ചെയ്യും. മനസ്സിലായില്ലേ? മാത്രമല്ല ഈ മോഷൻ അലോങ് ദ ഹൊറിസോണ്ടൽ ആൻഡ് മോഷൻ അലോങ് ദ വെർട്ടിക്കൽ ആർ ഫിസിക്കലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഹെൻസ് ദേ ക്യാൻ ബി കൺസിഡേർഡ് സെപ്പറേറ്റ്ലി. അതായത് ഹൊറിസോണ്ടൽ ഡിറക്ഷനിലെ മോഷൻ അതിൻ്റെ വഴിക്ക് അങ്ങ് നടക്കും, വെർട്ടിക്കൽ ഡിറക്ഷനിലെ മോഷൻ അതിൻ്റെ വഴിക്ക് നടക്കും. ഹൊറിസോണ്ടൽ മോഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെർട്ടിക്കൽ മോഷൻ ആൻഡ് വൈസ് വേഴ്സ. മനസ്സിലാവുന്നുണ്ടോ? ഹൊറിസോണ്ടൽ മോഷൻ വെർട്ടിക്കൽ മോഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതായത് നമ്മൾ ഇതെന്താണ്, ഇത് ഒരു 2 ഡയമെൻഷണൽ മോഷനാണ്. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും മോഷൻ നടക്കുന്നുണ്ട്. വാട്ട് എവർ ഇക്വേഷൻസ് യു ഹാവ് സ്റ്റഡീഡ് ഇൻ 1 ഡയമെൻഷണൽ മോഷൻ can be applied for motion along the horizontal and also for motion along the vertical. 1 dimensional മോഷനിൽ, അതായത് ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, 2 1 dimensional മോഷൻ ഒരേ സമയം നടക്കുക, വേറൊന്നും, അതായത് എക്സ്ട്രാ ഒന്നും പഠിക്കാനില്ല. 1 dimensional മോഷനിൽ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഹൊറിസോണ്ടൽ മോഷൻ അപ്ലൈ ചെയ്യാം, വെർട്ടിക്കൽ മോഷനും അപ്ലൈ ചെയ്യാം. ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, അതിന് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന സമയത്ത് വെർട്ടിക്കൽ മോഷനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട. വെർട്ടിക്കൽ മോഷൻ്റെ വിശേഷങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഹൊറിസോണ്ടൽ മോഷനെ കുറിച്ചും ആലോചിക്കേണ്ട. അപ്പോൾ ഒന്നും പഠിക്കാനില്ല. 1 ഡയമെൻഷണൽ മോഷനിൽ പഠിച്ച കാര്യങ്ങൾ ധാരാളം. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, വെർട്ടിക്കൽ കമ്പോണൻറ്റ് യു സൈൻ തീറ്റ. അപ്പോൾ വെർട്ടിക്കൽ മോഷൻ മാത്രം നമ്മൾ നോക്കുക. അതേ ഇങ്ങനെ വന്നു. ഇത് ആക്ച്വലി ഇങ്ങനെ വരിക, അത് നോക്കണ്ട. ഇപ്പോൾ നമ്മൾ വെർട്ടിക്കൽ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ മേലോട്ട് പോകുന്നു, റൈറ്റ്. ഒരു പർട്ടിക്കുലർ ഹൈറ്റ് എച്ച് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ എച്ച് ഹൈറ്റിലെത്തി. അപ്പോൾ ആ എച്ച് ഹൈറ്റിലെത്തുമ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് ആണ്, അത് മേലേക്കാണ്. അത് ഞാൻ പോസിറ്റീവ് എടുത്തു. ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി യു സൈൻ തീറ്റ, മേലോട്ടാണ് പോസിറ്റീവ് എടുക്കണം, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറാണ്. പക്ഷേ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി താഴേക്കാണ്, അത് നെഗറ്റീവ് എടുക്കണം. ബിക്കോസ് ഐ ഹാവ് ടേക്കൺ മേലോട്ടുള്ളതൊക്കെ പോസിറ്റീവ് എടുത്തു, അപ്പോൾ താഴേക്കുള്ളത് നെഗറ്റീവ് എടുക്കണം. ഇങ്ങനെ കിട്ടി. ഈ g/2 ടി സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോവുക, യു സൈൻ തീറ്റ ടി അങ്ങോട്ട് കൊണ്ടുപോവുക, പ്ലസ് h = 0. ദിസ് ഈസ് ഓഫ് ദ ഫോം ax² + bx + c = 0. ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അവിടെ എക്സിന് പകരം ഇവിടെ ടി ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ടി. എക്സിൻ്റെ 2 വാല്യൂസിന് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ അതിന് പകരം എന്താ, ടിയുടെ 2 വാല്യൂസിന് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റനാണ്. ഇവിടെ ഒന്നും ചെയ്യാനില്ല. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സിംപ്ലി ബൈ ഒബ്സർവേഷൻ യു ക്യാൻ റൈറ്റ് ദ ആൻസർ. നോക്കിയാൽ മതി, ഒന്നും ചെയ്യാനില്ല. കാര്യം മനസ്സിലാവണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, ഇവിടെ ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ടിയുടെ 2 വാല്യൂസിന് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറഞ്ഞാൽ ടിയുടെ 2 വാല്യൂസിന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലെത്തും. ശരിയാ? ആ ഹൈറ്റ് ഇപ്പോൾ ഇതാ വിചാരിച്ചോ. അപ്പം മേലോട്ട് പോകുമ്പോൾ ആ ഹൈറ്റിലെത്തും, തിരിച്ചു വരുമ്പോഴും ആ ഹൈറ്റിലെത്തും. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ നമുക്ക് പ്രൊജക്റ്റൈലാണെങ്കിൽ ഇത് ഇങ്ങനെ വിചാരിച്ചോ, പ്രൊജക്റ്റൈലാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു. ഡ്യൂറിങ് അപ്വേർഡ് മോഷൻ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലെത്തി, ഡ്യൂറിങ് ഡൗൺവേർഡ് തിരിച്ചു വരുമ്പോഴും അതേ ഹൈറ്റിലെത്തും. അപ്പോൾ ഒരു ഗിവൺ ഹൈറ്റിൽ 2 സമയങ്ങളിലെത്തും, അറ്റ് 2 ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈം. ഓക്കെ, 2 സമയങ്ങളിലെത്തും. ആ സമയങ്ങൾ T1 ഉം T2 വിചാരിച്ചോളൂ. സോ T1 ആൻഡ് T2 ആർ ദ റൂട്ട്സ് ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ സം ഓഫ് റൂട്ട്സ് എന്താ? സം ഓഫ് റൂട്ട്സ് T1 + T2 പറഞ്ഞാൽ -b/a എന്നാണ്. വാട്ട് സ്റ്റാൻഡ്സ് ഫോർ ബി ഹിയർ? ബിക്ക് പകരം ഇവിടെ എന്ത് കിടക്കുന്നു? യു സൈൻ തീറ്റ. അപ്പോൾ -b പറഞ്ഞാൽ യു സൈൻ തീറ്റ. എക്ക് പകരമുള്ളത് g/2 ആണ്. അപ്പോൾ യു സൈൻ തീറ്റയെ g/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ യു സൈൻ തീറ്റ എഴുതി, g/2 മേലെ പോകും. ഓക്കെ, അതിൽ T1 and T2 അവർ പറഞ്ഞിട്ടുണ്ട് 3 സെക്കൻഡ് ആൻഡ് 5 സെക്കൻഡ്. അപ്പോൾ ഇത് എത്ര വരും? ഇത് 3 + 5 എന്ന് പറഞ്ഞാൽ 8. ജി അങ്ങോട്ട് പോകുമ്പോൾ എത്രയാ? 8 × 10 എന്ന് പറഞ്ഞാൽ 80/2 40 വരും. 40, അതായത് യു സൈൻ തീറ്റ = 40 എന്ന് വരും. റെഡി? ഇനി ഈ തീറ്റ എത്ര? തീറ്റ 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻ 30 പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, ആ 2 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 2 × 40 പറഞ്ഞാൽ 80 m/s വരും. ദാറ്റ് ഈസ് ദ വെലോസിറ്റി with which it is projected. Okay, 80 m/s -1. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ, കാര്യം അറിയാമെങ്കിൽ ഒന്നും എഴുതാനില്ല, ഒന്നും ചെയ്യാനില്ല. മനസ്സിലായില്ലേ? ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
അപ്പോൾ നോക്കൂ, നമുക്ക് we have another wonderful question. അതിൽ see the projectile motion of a particle of mass 5 gram is shown in figure. Initial velocity of the particle is 5√2 meter per second and the air resistance is assumed to be negligible. Okay, the magnitude of the change in momentum between points A and B. Okay, change in momentum. അതിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡെൽറ്റ ടി ആ. മനസ്സിലാവും, ഇവിടെ ഫോഴ്സ് ത്രൂ ഔട്ട് ദ മോഷൻ കോൺസ്റ്റൻ്റാ. അപ്പോൾ വെറുതെ ഫോഴ്സ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. ടൈം എന്താ? ടൈം ഓഫ് ഫ്ലൈറ്റാ. ഫോഴ്സ് എന്താ? അത് വെയിറ്റ് ആണ്. അപ്പോൾ നോക്കൂ, എം ജി, അതിൽ മാസ് എത്ര? 5 gram എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആക്കാൻ ഇൻറ്റു 10⁻³ ജി 10 ആണ്. ഓക്കെ, പിന്നെ 2 ഉണ്ട്, യു പറഞ്ഞാൽ 5√2, സൈൻ തീറ്റ പറഞ്ഞാൽ സൈൻ 45 1/√2 ആ. ഓക്കെ, അപ്പോൾ √2 കട്ട് ചെയ്യാം. പിന്നെ 5 × 2 10/10 1 ആണ്. അതായത് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന സാധനം 1 ആണ് എന്നർത്ഥം. ഓക്കെ, പിന്നെ പുറത്തുള്ളത് എത്രയാ? 5 × 10⁻³ × 10 എന്ന് പറഞ്ഞാൽ 5 × 10⁻². അത് അവരിതേ അതാ x × 10⁻² എന്നാ. ദ വാല്യൂ ഓഫ് എക്സ് എന്താ? വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5. നെക്സ്റ്റ് നോക്കൂ, എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് ഫ്രം ഗ്രൗണ്ട് അറ്റ് ആൻ ആംഗിൾ 45 degree, just clears a wall in front of a point of projection is 4 meter from the foot of the wall and ball strikes the ground at a distance 6 meter on the other side of the wall. അതായത് ഇവിടുന്ന് ഇപ്പോൾ 45 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്തു. അതിൽ നോക്കൂ, ഈ വാളിൻ്റെ 4 മീറ്റർ മുമ്പിൽ നിന്നാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, 6 മീറ്റർ പുറകിൽ പോയി വീഴും. അപ്പോൾ ജനറലി എ മുമ്പിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു, ബി പുറകിൽ പോയി വീഴുന്നു. മനസ്സിലായില്ലേ? അതിൽ സി ദിസ് പ്രൊജക്ടൈൽ ജസ്റ്റ് ക്ലിയേഴ്സ് ദ വാൾ എന്നാ. അതായത് ആ ടോപ്പ് ഓഫ് ദ വാൾ ഈസ് എ പോയിന്റ് ഓൺ ദ ട്രജക്ടറി. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് ഓഫ് ദ വാൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫോർമുല പഠിക്കരുത്. ഇതിൻ്റെ ഡെറിവേഷൻ നമ്മളുടെ തിയറി വീഡിയോയിലുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം. കാരണം സി നിങ്ങൾ എൻജിനീയറിങ്ങിന്, അതായത് JEEക്ക് എല്ലാ ഫോർമുലയുടെയും ഡെറിവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. നോക്കൂ, ഡയറക്റ്റ് ആയിട്ട് ആവില്ല ക്വസ്റ്റ്യൻ വരിക. നിങ്ങൾ ആൾട്ടർ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ തീർച്ചയായിട്ടും കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ട്രജക്ടറിക്ക് സാധാരണ നിങ്ങൾ പഠിക്കുന്നതല്ലാത്ത രണ്ടാമതൊരു ഇക്വേഷനൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ എനിവേ സി ദിസ് ഡിസ്റ്റൻസ് ഈസ് എ, ദിസ് ഡിസ്റ്റൻസ് ഈസ് ബി. ഓക്കെ, അപ്പോൾ നോക്കൂ, സി ദിസ് ഡിസ്റ്റൻസ് ഈസ് എ ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ബി. അപ്പോൾ ഹൈറ്റ് h = AB/A+B tan θ. ഓക്കെ, തീറ്റ എപ്പോഴും 45 ചോദിക്കുക. എന്ത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി 45 ചോദിച്ചെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ 6ഉം 4ഉം ആണ്, അല്ലെങ്കിൽ 4ഉം 6ഉം ആണ്. അപ്പോൾ 4 × 6 / 4 + 6 24/10 2.4 മീറ്റർ വരും. ഓക്കെ, 2.4 മീറ്റർ. അത് എന്താ പറയുക, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമുക്ക് എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, നെക്സ്റ്റ്, the speed of a swimmer is 4 km/h in still water. If the swimmer makes his strokes normal to the flow of river of with 1 kilometer, he reaches a point 750 meter down the stream on the opposite bank. The speed of the river water is. അതിൽ റിവർ ഫ്ലോ ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. ഇദ്ദേഹം സ്വിമ്മ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം വെള്ളത്തിൽ വെറുതെ കിടന്നാൽ തന്നെ വെള്ളത്തിൻ്റെ വെലോസിറ്റി അയാൾക്ക് ഉണ്ടാവും. അത് കൂടാണ്ട് ഹി ഹാസ് എ വെലോസിറ്റി ഡ്യൂ ടു ഹിസ് ഓൺ പവർ. അപ്പോൾ അയാൾക്ക് അയാളുടെ ശക്തി കൊണ്ടുള്ളൊരു വെലോസിറ്റി ഉണ്ട്, പിന്നെ വെള്ളത്തിൻ്റെ വെലോസിറ്റി ഉണ്ട്. ഇത് വെലോസിറ്റി ഡ്യൂ ടു ഹിസ് ഓൺ പവർ ആൻഡ് ദിസ് ഈസ് ദ വെലോസിറ്റി ഡ്യൂ ടു വാട്ടർ കറണ്ട്. രണ്ടും കൂടെ ചേർന്ന് ഇങ്ങനെ അയാൾ പോകുന്നുണ്ടാവുക. ആക്ച്വലി അയാൾ നീന്തുന്നത്, അയാൾ സ്വിമ്മ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അയാൾ ഇങ്ങനെ പോകുന്നതായിട്ടാണ് കാണുക. കാരണം അയാൾ വെറുതെ കിടന്നാൽ തന്നെ വെള്ളത്തിൻ്റെ കൂടെ പോകും. അയാൾ ഇങ്ങനെ സ്വിമ്മ് ചെയ്യുമ്പോഴെന്താ, അയാളുടെ പവർ കൊണ്ട് അയാൾ ഇങ്ങനെ പോകും, വെള്ളത്തിൻ്റെ പവർ കൊണ്ട് അയാൾ ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾക്കിത് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഇവിടെ നോക്കൂ, ഈ ഡിറക്ഷനിലും ഒരേ സമയം മോഷൻ നടക്കുകയാണ്. 2 perpendicular directions. Motion along 2 perpendicular directions are physically independent. ഈ ഡിറക്ഷനിലെ മോഷനും വേറെ കൺസിഡർ ചെയ്യാം. they are independent. ഈ ഡിറക്ഷനിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയില്ല. അതെത്രയാ? 4 km/h. ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്ന സമയം t വിചാരിച്ചോ. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് എന്താ വെലോസിറ്റി VC ആണ്, വെലോസിറ്റി ഡ്യൂ ടു വാട്ടർ കറണ്ട്, വെലോസിറ്റി ഡ്യൂ ടു കറണ്ട് ഇൻറ്റു ടൈം. അതാണ് ഇങ്ങോട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, സി ഇത് ഇങ്ങോട്ട് കവർ ചെയ്ത് എത്രയാ? ഇങ്ങോട്ട് കവർ ചെയ്തത് 1 കിലോമീറ്ററാണ്. ഇങ്ങോട്ട് കവർ ചെയ്ത് 750 മീറ്റർ, അല്ലെങ്കിൽ 3/4 കിലോമീറ്റർ ആണ് എന്ന് പറയാം. അതിൽ ഈ ദൂരം പറഞ്ഞാൽ VCT. നോക്കൂ, ഇത് 4 km/h ഇൻറ്റു T. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ്.
അതിൽ ഇത് 3/4 കിലോമീറ്റർ, ഇത് 1 കിലോമീറ്റർ. ആ 3/4 കിലോമീറ്റർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, താഴെ 1 കിലോമീറ്റർ. റെഡി ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇനി അവിടെ നിന്ന് നിങ്ങൾക്ക് കാണേണ്ടത് എന്താ? വി സി ആണ് കാണേണ്ടത്. വി സി ഈക്വൽ ടു 3 km/h വരും. ഓക്കെ, സോ ഇവിടെ നമുക്ക് 3 km/h വരും. റൈറ്റ്? ഇവിടെ നോക്കൂ കേട്ടോ, നമുക്ക് സി എ ഗേൾ സ്റ്റാൻഡിങ് ഓൺ റോഡ് ഹോൾഡ്സ് ഹെർ അംബ്രല്ല അറ്റ് 45 degree വിത്ത് ദ വെർട്ടിക്കൽ ടു കീപ് ദ റെയിൻ അവേ ഇഫ് ഷീ സ്റ്റാർട്ട്സ് റണ്ണിങ് വിത്തൗട്ട്. അതിൽ നോക്കൂ, ഇപ്പോൾ ഇയാളിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ആ പെൺകുട്ടി ഇങ്ങനെ നിൽക്കുക, വെറുതെ നിൽക്കുക. അപ്പോൾ മഴ വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ 45 degree. അപ്പോൾ കുട ഇങ്ങനെ പിടിക്കണം, മനസ്സിലായില്ലേ? ഇത് വെർട്ടിക്കൽ, അപ്പോൾ ഇങ്ങനെ 45 ഡിഗ്രിയിൽ. കാരണം അവിടെ നിന്ന് ഇങ്ങനെയാണ് മഴ വരുന്നത്, അവിടെ നിന്ന് ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ ഓടുകയാണ് അങ്ങോട്ട്, ദാ 15√2 വെലോസിറ്റി ഓഫ് ദ ഗേൾ. ഇനി അപ്പോൾ ആ ഓടുന്ന സമയത്ത് മഴ വന്ന് വീഴുന്നത് വെർട്ടിക്കലായിട്ടാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗേൾ വെർട്ടിക്കലാണ്. പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് ഗേൾ. അതിൽ ഇവിടെ നോക്കൂ, വെലോസിറ്റി ഓഫ് റെയിൻ ഇതാ വരച്ചു, അതിൻ്റെ കൂടെ മൈനസ് വെലോസിറ്റി ഓഫ് ഗേൾ ആഡ് ചെയ്യണം. വെലോസിറ്റി ഓഫ് ഗേൾ അങ്ങോട്ടാ, അപ്പോൾ മൈനസ് വി ജി ഇങ്ങോട്ടാവും. വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വി ജി, അത് രണ്ടും കൂടെ ചേരുമ്പോൾ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗേൾ കിട്ടും. അത് വെർട്ടിക്കലാണ്. അപ്പോൾ അതേ നേരെ വെർട്ടിക്കൽ വന്നു. ഇത് വി ആർ, വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വി ജി. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു ഗേൾ, വെർട്ടിക്കൽ. അതിൽ ഈ വെലോസിറ്റി ഓഫ് റെയിൻ വെർട്ടിക്കലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വി ആർ ഈക്വൽ ടു എന്താ? വി ജി ബൈ കോസ് 45 വരും. വെലോസിറ്റി ഓഫ് ഗേൾ എത്രയാണ്? 15√2. കോസ് 45 1/√2. √2 മേലെ പോകും. √2 × √2 2 × 15 30 വരും. 30 km/h ഇതാ കിടക്കുന്ന സാധനം. ഓക്കെ, എ സ്വിമ്മർ വാണ്ട്സ് ടു ക്രോസ് എ റിവർ ഫ്രം പോയിന്റ് A ടു പോയിന്റ് B. അതായത് സ്വിമ്മർ എന്താണെന്നോ, അതെ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് എന്ത് ചെയ്യണം? അത് ഇവിടെ ബിയിലെത്തണം. അതാണ് ഇപ്പോൾ വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബിയിലെത്തണം. അതിൽ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? പറഞ്ഞിരിക്കുന്നത് ലൈൻ AB മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 degree വിത്ത് ദ ഫ്ലോ ഓഫ് റിവർ. ആയിക്കോട്ടെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് ദ സ്വിമ്മർ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ റിവർ. ദ ആംഗിൾ തീറ്റ വിത്ത് ദ ലൈൻ AB, ഓക്കെ, ദ ആംഗിൾ തീറ്റ വിത്ത് ദ ലൈൻ AB ഷുഡ് ബി ഡാഷ് ഡിഗ്രി സോ ദാറ്റ് ദ സ്വിമ്മർ റീച്ചസ് ദ പോയിന്റ് B. ഓക്കെ, അതിൽ ഇവിടെ നോക്കൂ, ഈ AB ഉണ്ടല്ലോ, AB റിവർ ഫ്ലോ ആയിട്ടുണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇനി അദ്ദേഹം സ്വിം ചെയ്യുന്ന ഈ ഡിറക്ഷൻ AB എന്നുള്ള ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ തീറ്റ എത്രയാണ് എന്നുള്ളതാണ്. തീറ്റ എത്രയാണ്? അതിലിവിടെ അദ്ദേഹം സ്വിം ചെയ്യുന്ന വെലോസിറ്റിയും അതുപോലെ തന്നെ റിവറിൻ്റെ വെലോസിറ്റിയും എന്താ? ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു വെലോസിറ്റി ഉണ്ട്. ഓക്കെ, അതേ മാഗ്നിറ്റ്യൂഡിൽ വേറൊരു വെലോസിറ്റി ഉണ്ട് V. ഇതിൻ്റെ രണ്ടിൻ്റെയും രണ്ടും ഈക്വൽ ആണെങ്കിൽ റിസൾട്ടൻ്റ് വിൽ ബൈസെക്റ്റ്. റിസൾട്ടൻ്റ് ഈക്വൽ ആംഗിളിൽ പോവും. ഓക്കെ, അതായത് ഈ ആംഗിളും ഈക്വൽ ആവും ഇഫ് ദീസ് ടു ആർ ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇവിടെ ഇപ്പം എന്താ അറിയോ? റിവർ കറണ്ട് ഇങ്ങോട്ടുണ്ട്, മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ വെലോസിറ്റി ഇങ്ങനെയുണ്ട്. അപ്പം റിസൾട്ടൻ്റ് ഇങ്ങനെ ഉണ്ടാവും. ആ റിസൾട്ടൻ്റ് രണ്ട് വെലോസിറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആവും. അതിൽ ഇത് 30 ആണെങ്കിൽ അപ്പോൾ ഇതും എന്താവും? 30 ആവും. അപ്പോൾ ഇവിടെ ആൻസർ വരേണ്ടത് എന്താ? 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മെയിനിന് ഇതുവരെ ചോദിച്ചതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിനകത്ത് സോൾവ് ചെയ്തത്. താങ്ക് യു.